വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ തിരോധാനം കൊലപാതകമെന്ന് കണ്ടെത്താൻ സാധിച്ചത് കേരള പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിലൂടെ. പിടികൂടാൻ കഴിയില്ല എന്ന പ്രതികളുടെ അമിത ആത്മവിശ്വാസമാണ് വിനയായത്. ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണത്തിൽ നിർണായകമായി. കൊലപാതകം നടത്തി പ്രതികൾ ആദ്യം ചെയ്തത് ഹേമചന്ദ്രന്റെ ഫോൺ കൊണ്ട് മൈസൂരിലും ഗുണ്ടൽപേട്ടിലും പോവുകയായിരുന്നു. സ്വന്തം ഫോൺ എടുക്കാതിരിക്കുവാൻ പ്രതികൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഹേമചന്ദ്രന്റെ ഫോൺ ഉപയോഗിച്ച് പ്രതികൾ വീട്ടിലേക്ക് വിളിച്ചു. ഇങ്ങനെ ഒരിക്കൽ പ്രതികളിൽ ഒരാൾ ശബ്ദം മാറ്റി വിളിച്ചപ്പോൾ തൻ്റെ അച്ഛൻ്റെ ശബ്ദമല്ല എന്ന് മകൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് സംശയം ഉടലെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ PK ജിജീഷ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. 400-ലധികം പേരുടെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡിംഗ്സ് പോലീസ് പരിശോധിച്ചു. വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം ഈ കേസിനെ കൈകാര്യം ചെയ്തത്. അപ്പോൾ ഓരോ സമയത്ത് കിട്ടുന്ന ഇൻഫർമേഷൻസും ആ ഇൻഫർമേഷൻസ് ലഭ്യമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളുമായിട്ട് ഒത്തുചേർന്ന് നോക്കി. അപ്പം ആ സമയത്തൊക്കെ ഒരുപാട് കോൺട്രഡിക്ഷൻസ് കിട്ടി. വീണ്ടും ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അപ്പോൾ അത്തരത്തിൽ കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി. പിന്നെ ടീം വീണ്ടും അതിൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. മൃതദേഹം വീണ്ടെടുക്കലായിരുന്നു പോലീസിന്റെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഓരോ തവണ പ്രതികളെ ചോദ്യം ചെയ്ത് വിട്ടയക്കുമ്പോൾ പ്രതികളുടെ ആത്മവിശ്വാസം കൂടിക്കൂടി വന്നു. പ്രതികളുടെ മൊഴികളുടെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സംഘം കുടുങ്ങിയത്. ശേഷമാണ് കേസിന്റെ ചുരുളഴിയുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.